അടുത്ത മോഡലാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ലാസ്റ്റ് മോഡലാണ്. അതിൻ്റെ ഫോം ഇതാണ്: ഡിനോമിനേറ്റർ എഫ് എക്സ്. ഡിനോമിനേറ്റർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ ഡിനോമിനേറ്റർ എഫ് എക്സ് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ന്യൂമറേറ്ററിൽ ഈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഡിനോമിനേറ്റർ സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരും കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ രൂപത്തിലുള്ള പ്രോബ്ലംസ് വന്നാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്രയുള്ള ടെക്നിക്ക്. ഡിനോമിനേറ്ററിന് പകരം, അതായത് എഫ് എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു യു, അതായത് എഫ് എക്സ്. ഡിനോമിനേറ്ററിന് പകരം യു എന്ന് കൊടുക്കണം. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ് എക്സ്. കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു എന്ന് വരും. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു ബൈ സൈൻ എക്സിന് പകരം യു. ഇതിപ്പോൾ 1/u എന്നുള്ള ഫോമിലായി. ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണെന്നറിയാം. അപ്പോൾ ഇൻ്റഗ്രൽ 1/u എന്ന് പറയുന്നത് ലോഗ് യു. അപ്പോൾ ലോഗ് യു പ്ലസ് എ കോൺസ്റ്റൻറ്റ്. യു എന്ന് പറയുന്നത് സൈൻ എക്സ്. അപ്പോൾ ലോഗ് സൈൻ എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ലെഫ്റ്റ് സൈഡിൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ടെക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ കോട്ടെക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ കോട്ടെക്സ് എന്ന് പറയുന്നത് ലോഗ് സൈൻ എക്സ് എന്ന് വരും പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ അറിയാം, കോസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ അറിയാം, ഇപ്പോൾ കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രേഷനും കൂടെ നമുക്കറിയാം. അപ്പോൾ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ ഡെറൈവ് ചെയ്ത് കഴിഞ്ഞു: സൈൻ എക്സ്, കോസ് എക്സ് ആൻഡ് കോട്ടെക്സ്. അടുത്ത പ്രോബ്ലമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ടാൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് കണ്ടുപിടിക്കണം. ഈ ഒരു റിസൾട്ട് ലോഗരിതത്തിലെ ഒരു റിസൾട്ടാണ്. എം ഇൻറ്റു ലോഗ് എ. എം ഇൻറ്റു ലോഗ് എ ഈസ് സെയിം ആസ് ലോഗ് എ റൈസ് ടു എം. ഇവിടെ 2 ആണെങ്കിൽ ലോഗ് എ സ്ക്വയർഡ് എന്ന് എഴുതാം. ഇനി ടാൻ എക്സിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിന് ആദ്യം ചെയ്യേണ്ടത് ടാൻ എക്സിന് പകരം സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. എന്നിട്ട് ഡിനോമിനേറ്ററായ കോസ് എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഈ കോസ് എക്സ് ഇസ് ഈക്വൽ ടു യു എന്നുള്ള ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. യുവിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി യു എന്ന് കിട്ടും. ഇനി രണ്ട് സൈഡും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ സൈൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇവിടെ മൈനസ് ഡി യു എന്ന് കിട്ടും. അപ്പോൾ സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി യു എന്ന് എഴുതാം. ഇൻ്റഗ്രൽ മൈനസ് ഡി യു, ഇൻ്റഗ്രൽ മൈനസ് ഡി യു ബൈ യു ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് 1/u എന്ന് വരികയാണ്. 1/u എന്ന് വരുമ്പോൾ ലോഗ് യു എന്നാണ് ആൻസർ. ഒരു മൈനസ് ഉണ്ട്. മൈനസ് ലോഗ് യു പ്ലസ് എ കോൺസ്റ്റൻറ്റ്. മൈനസ് ലോഗ് യു പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത് മൈനസ് എന്ന് പറഞ്ഞാൽ -1 എന്നാണ്. അപ്പോൾ -1 ഇൻറ്റു ലോഗ് യു. അപ്പോൾ ഇവിടെ എം ലോഗ് എ എന്നുള്ള രൂപത്തിൽ കിടക്കുക. -1 ഇൻറ്റു ലോഗ് യുവിനെ നമുക്ക് ലോഗ് യു റൈസ് ടു -1 എന്ന് എഴുതാം. -1 ഇവിടെ -1 അത് യുവിൻ്റെ പവർ ആക്കി എഴുതാം. പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് യു റൈസ് ടു -1 ഈസ് സെയിം ആസ് 1 ഡിവൈഡഡ് ബൈ യു. 1/u പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇനി യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കോസ് എക്സ്. അപ്പോൾ ലോഗ് 1/cos എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. 1/cos എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ആണ്. അപ്പോൾ ലോഗ് സീക്ക് എക്സ് എന്ന് വരും. log sec x plus a constant. അപ്പോൾ ഇന്റഗ്രൽ tan x എന്ന് പറയുന്നത്
ലോഗ് സീക്ക് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ടുണ്ട്. സൈൻ എക്സിൻ്റെ, കോസ് എക്സിൻ്റെ, ടാൻ എക്സിൻ്റെ, കോട്ട് എക്സിൻ്റെ. അപ്പോൾ ഇത് ചിലപ്പം പ്രൂഫ് ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി പഠിക്കണം. ഈ റിസൾട്ടും നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് സീക്ക് എക്സ് പ്ലസ് എ കോൺസ്റ്റൻ്റ് ആണെന്ന് കാണാതെ പഠിക്കണം. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടത്തും നമ്മൾ. ഇൻ്റഗ്രൽ സീക്കൻഡ് എക്സ് ഡി എക്സിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ടെക്നിക്ക് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ടെക്നിക്ക് എന്ന് പറയുന്നത് സീക്കൻഡ് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോകുന്നതുകൊണ്ട് വിലയ്ക്ക് വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ ഇത് ഓർത്തിരിക്കേണ്ടത് ഇൻ്റഗ്രൽ സീക്കൻഡ് എക്സ് ഡി എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സീക്കൻഡ് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ ഡിനോമിനേറ്ററിന് പകരം യു എന്ന് കൊടുക്കണം. സീക്കൻഡ് എക്സ് പ്ലസ് ടാൻ എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി നമ്മൾ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സീക്കൻഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം. എന്താണത്? സീക്കൻഡ് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് സീക്കൻഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്കൻഡ് എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് ഇനി ടാൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതും നമുക്കറിയാം, സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർഡ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. അപ്പോൾ ചെയ്തത് സീക്കൻഡ് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് സീക്കൻഡ് എക്സ് പ്ലസ് ടാൻ എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി ഇവിടെ ഒരു സീക്ക് എക്സ് കോമൺ ആണ്. ആ സീക്ക് എക്സ് പുറത്തെടുത്തു. ഇവിടെ നിന്ന് സീക്കൻഡ് എക്സ് പുറത്തെടുക്കുമ്പോൾ ടാൻ എക്സ് എന്ന് വരും. ഇവിടെ നിന്ന് സീക്ക് എക്സ് പുറത്തെടുക്കുമ്പോൾ സീക്ക് എക്സ് എന്ന് വരും. അതുകൊണ്ട് സീക്ക് എക്സ് ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് എന്ന് എഴുതിയാലും സെയിം ആണ്. അപ്പോൾ സീക്കൻഡ് എക്സ് പുറത്തെടുത്തപ്പോൾ നിങ്ങൾക്ക് സീക്കൻഡ് എക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ സീക്ക് എക്സ് ഇൻറ്റു സീക്കൻഡ് എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ് സീക്കൽ ടു ഡി യു എന്ന് കിട്ടും. ഇനി ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിന് പകരം ഡി യു എന്ന് നമുക്ക് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന് പകരം യു എന്ന് എഴുതാം. വീണ്ടും ഡി യു ബൈ യു. അപ്പോൾ 1/u 1/uവിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് യു എന്നാണ്. log u plus a constant is equal to log u എന്ന് പറയുന്നത് secant x plus tan x plus a constant. അപ്പം ഇൻ്റഗ്രൽ secant x dx എന്ന് പറയുന്ന log secant x plus tan x plus a constant. ഇത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഈ പ്രോബ്ലം ചെയ്യാനും അറിയണം. ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കും. അടുത്ത സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ഇൻ്റഗ്രൽ കൊസീക്കൻഡ് എക്സ് ഡി എക്സ്. അപ്പോൾ നേരത്തെ സീക്കൻഡ് എക്സ് ഡി എക്സ് ആയിരുന്നു, ഇവിടെ കൊസീക്കൻഡ് എക്സ് ഡി എക്സ്. അവിടെ സീക്കൻഡ് എക്സ് ഡി എക്സിൽ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ന്യൂമറേറ്ററിനെ കൊസീക്കൻഡ് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്ററിനെയും കൊസീക്കൻഡ് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഡിനോമിനേറ്ററിലുള്ള കൊസീക്കൻഡ് എക്സ് മൈനസ് കോട്ടെക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. കൊസീക്കൻഡ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് എന്ന് കിട്ടും. പിന്നെ ഇവിടെ മൈനസ് ആണ്, ആ മൈനസ് ഇവിടെ എഴുതി. കോട്ടെക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്കറിയാം, അതിൻ്റെ റിസൾട്ട് മൈനസ് കൊസീക്ക് സ്ക്വയർഡ് എക്സ് എന്നാണ്. ദി ഹോൾ ഇൻറ്റു ഡി എക്സ്. റൈറ്റ് സൈഡിൽ ഡി യു. ഇത് മൈനസ് മൈനസ് പ്ലസ് ആണ്. ഇവിടെ നിന്ന് ഒരു കൊസീക്ക് എക്സ് കോമൺ എടുത്തു, ഇവിടെ നിന്ന് ഒരു കൊസീക്ക് എക്സ് കോമൺ എടുത്തു. അപ്പോൾ കൊസീക്ക് എക്സ് കോമൺ.
ഇപ്പോൾ ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആണ്. കൊസീക്ക് എക്സ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഒരു കൊസീക്ക് എക്സ് വരും. ഇത് മൈനസ് ആണ്, ആ മൈനസ് ഇവിടെ എഴുതി. ഇവിടുത്തെ കൊസീക്ക് എക്സ് കോമൺ പോയി കഴിഞ്ഞാൽ ബാക്കി കോട്ടെക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇതിന് ഡി യു എന്ന് കൊടുക്കാം. അപ്പോൾ ഡി യു ബൈ യു, കൊസീക്കൻഡ് എക്സ് മൈനസ് കോട്ടെക്സിന് പകരം യു എന്ന് കൊടുക്കാം. 1/u-ൻ്റെ ഇൻ്റഗ്രൽ ലോഗ് യു പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇൻ്റഗ്രൽ കൊസീക്കൻഡ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് എന്നാണ്. ഈ പ്രോബ്ലം ഇതേപോലെയും ചോദിക്കാം. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുകയും വേണം. അടുത്തൊരു പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ 2x/x²+1 dx. ഇവിടെ ഡിനോമിനേറ്റർ x²+1 ആണ്. x²+1 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x എന്ന് കിട്ടും. അത് ന്യൂമറേറ്ററിലുണ്ട്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ x²+1 ഇസ് ഈക്വൽ ടു യു. ഡിനോമിനേറ്ററിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. x²ൻ്റെ ഡെറിവേറ്റീവ് 2x, 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 2x dx എന്ന് വരും. ഇസ് ഈക്വൽ ടു ഡി യു. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡി യു ബൈ യു എന്ന് വരും. 2x dx പകരം ഡി യു, x²+1 പകരം യു, 1/u, 1/u-ൻ്റെ ഇൻ്റഗ്രൽ ലോഗ് യു, log u plus a constant is equal to log x²+1 plus a constant. ഇത്രയേ ഉള്ളൂ. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ x²+1/x³ + 3x dx. ഇവിടെ ഡിനോമിനേറ്റർ x³ + 3x, അതിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ x³ ഡെറിവേറ്റീവ് 3x² പ്ലസ് 3x-ൻ്റെ ഡെറിവേറ്റീവ്, x-ൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ 3 × 1 3 dx ഇസ് ഈക്വൽ ടു ഡി യു. ഇനി നിങ്ങൾ ഈ 3 പുറത്തെടുക്കണം. 3 കോമൺ ആണ്. അപ്പോൾ 3 × 3 പുറത്തെടുത്തപ്പോൾ 3 × x²+1 dx ഇസ് ഈക്വൽ ടു ഡി യു എന്ന് വരും. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x²+1 dx ഇസ് ഈക്വൽ ടു ഡി യു ബൈ 3 എന്ന് വരും. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x²+1 dx-ന് പകരം du ബൈ 3 ബൈ x³ + 3x-ന് പകരം u, 1/3 പുറത്തെടുക്കാം. പിന്നെ 1/u-ൻ്റെ ഇൻ്റഗ്രൽ log u എന്ന് വരും പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 1/3 log u എന്ന് പറയുന്നത് x³ + 3x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കും.